അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വേറൊന്നുമല്ല, ഏറ്റവും വലിയ സേഫ്റ്റി ഫീച്ചറുകൾ പറയപ്പെടുന്ന, ആഗോളതലത്തിൽ വിപണികളിൽ വലിയ തോതിൽ സേഫ്റ്റിയുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കാർ ബാംഗ്ലൂരുവിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും 6ഓളം സഹോദരങ്ങൾ അതിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ആ വാർത്ത നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സാന്ദർഭികമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. അള്ളാഹു പരിപൂർണമായും കബൂലാക്കട്ടെ. ഞാനതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായ രീതിയിലേക്ക് എടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ മുൻകരുതലായി ഒരു പാഠമായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുകയാണ്. മരണത്തെ വല്ലാത്ത പേടിയോടുകൂടിയാണ് ഞാനും നിങ്ങളും കാണുന്നത്. ഈ മരണം നമ്മളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ വീടുകൾ വെക്കുന്നതാണെങ്കിലും എല്ലാ സേഫ്റ്റി ഫീച്ചറുകളോടുകൂടി, എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വീടുകൾ പണിയുന്നത്. അതുപോലെ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ, ഒരു കാർ എടുക്കുമ്പോഴും സേഫ്റ്റിയുള്ള വാഹനങ്ങളാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊടുങ്കാറ്റിനെ പോലും നിയന്ത്രിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ തന്നെയുള്ള ഒരുപാട് അത്ഭുതകരമാകുന്ന മരണത്തിന് പോലും കീഴടക്കാൻ സാധ്യമല്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുന്നേ ടൈറ്റാനിക് എന്ന് പറയപ്പെടുന്ന ഒരു കപ്പൽ ഒരിക്കലും മുങ്ങി ആരും മരിക്കില്ല എന്ന് വാദിച്ചിരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾ. എന്നിരുന്നാലും ഒരു ദിവസം ഐസ് പാളിയിൽ ഇടിച്ചുകൊണ്ട് ആ കപ്പൽ കടലിൻ്റെ ആഴികളിലേക്ക് മുങ്ങുകയും എത്രയോ മനുഷ്യർ മരണപ്പെടുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അലംഘനീയമാകുന്ന വിധികളാണ്. ഏതൊരു നിമിഷവും നമ്മിലേക്ക് മരണം വരാം, ഏതൊരു നിമിഷവും നമ്മൾ മരണപ്പെടാം, നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെടാം. എത്രയോ ദിവസങ്ങളിൽ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരനിക്ക് മൊബൈലിൽ അവസാനമായി മെസ്സേജ് അയച്ച് പിറ്റേ ദിവസമാകുമ്പോൾ മരണപ്പെട്ടു പോയി എന്ന് വാർത്ത അറിയുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ടൊരു വാർത്തയാണ്, സ്വന്തം സുഹൃത്തിനെ, അതായത് നമ്മുടെ ഈ കിളിമാനൂർ ആ വെഞ്ഞാറമൂട് ഭാഗത്തെങ്ങാണ്ട് സംഭവിച്ചൊരു സംഭവമാണ്. അതിൽ സ്വന്തം സുഹൃത്തുമായി ഒരു സഹോദരൻ പുതിയ ബൈക്ക് മേടിച്ചുകൊണ്ട് യാത്ര പോവുകയും എന്നിട്ട് അവിടെ നിർത്തിക്കൊണ്ട് കിളിമാനൂരോ വെഞ്ഞാറമൂട് ആ ഭാഗത്ത് എവിടെയും കണ്ട് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൾസർ 220 എന്ന് പറയപ്പെടുന്ന ബൈക്കിനകത്ത് അമിത വേഗതയിൽ പോവുകയും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡിൽ ഇദ്ദേഹം പോയി വരാൻ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിലേക്ക് പിന്നെ പുറത്ത് നാടുകൾ പിടിച്ചിട്ട് പറയുകയാണ് ചെയ്തത്, ഇന്നയാൾ മരണപ്പെട്ടു പോയി, ഇന്ന പോലെ ആക്സിഡന്റ് പറ്റും. അപ്പുറത്തെ ജംഗ്ഷനിൽ മരണം നടക്കുമ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന സുഹൃത്ത് അറിയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ പോകുമ്പോൾ ഇവൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ മരണം വളരെ അടുത്തു തന്നെ എല്ലാ മനുഷ്യരോടൊപ്പം ഉണ്ടല്ലോ. മരണത്തിൻ്റെ വിളിയാളം എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒരിക്കലും അതിൽ നിന്ന് രക്ഷയില്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സേഫ്റ്റി ഫീച്ചറുകൾ, സേഫ്റ്റി മാനദണ്ഡങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയപ്പെടുന്ന ഒരു കമ്പനി. അതിനകത്ത് അത് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു കാറ് ലക്ഷോപലക്ഷം വില കൊടുത്ത് ജനങ്ങൾ മേടിക്കാനുമുള്ള കാരണം ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നല്ല കാര്യമാണ്. നല്ല റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനം മേടിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും മരണത്തിൻ്റെ വിളിയാളം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോയേ മതിയാകൂ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നിസായിൽ ഒരായത്ത് കാണാൻ സാധിക്കും. ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും, നിങ്ങൾ അങ്ങനെ സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ അതുമാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ
ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, അതല്ല നിങ്ങൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, എപ്പോൾ വേണമെങ്കിലും യുദിരിക്കുമുൽ മൗത്ത്, എപ്പോൾ വേണമെങ്കിലും മൗത്ത്, മരണം നിങ്ങളെ പിടിപെടാം, നിങ്ങളെ പിടികൂടാം. മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഏതൊരു സമയത്താണ്, എപ്പോഴാണെങ്കിലും യുദിരിക്കുമുൽ മൗത്ത്, ആ മരണം നിങ്ങളെ പിടികൂടും. മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും, വലോ കുന്തും, ഇനി നിങ്ങളായിരുന്നാലും ശരി തന്നെ, എങ്ങനെയുള്ള സ്ഥലത്താണ്, ഫീ ബുറൂജിൻ മുശയ്യദ, ഏറ്റവും ശക്തിയായിട്ടുള്ള, ഏറ്റവും ദൃഢമായിട്ടുള്ള, ഒരിക്കലും ഒരു മരണത്തെ ഒരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെയോ ശല്യം കൊണ്ടോ, അതല്ല പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം കൊണ്ട് പോലും നിങ്ങളെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ബുറൂജിനകത്തൊരു കോട്ട കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും ശരി തന്നെ, അവിടെ നിങ്ങളെ മരണം യുദിരിക്കുമുൽ മൗത്ത്, നിങ്ങൾ ആ മരണം പിടികൂടും. ആ മരണം നിങ്ങളുടെ മേൽ എത്തിച്ചേരും. ആ മരണത്തെ നിങ്ങൾ രുചിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും മരണത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല, നിമിഷം ആരൊക്കെയാണ് മരണപ്പെടുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മളെപ്പോഴും സുരക്ഷിതമായി, നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ, നല്ല സ്വഭാവമുള്ളവരുടെ രീതിയിൽ 5 വഖ്ത് നിസ്കാരം കഴിയുന്നതും ആ 5 വഖ്ത് നിസ്കാരം കൃത്യസമയത്തിന് നിസ്കരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്.